ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അർത്ഥം കുറച്ചും കൂടെ എഴുതാനുണ്ടായിരുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാണ് കേട്ടോ. ചതുരായി. ചതുരായിയുടെ അർത്ഥം എന്താണ്? എഴുതൂ. ചതുരായി. ചതുരായി. രജിസ്റ്റർ എഴുതുന്നുണ്ടോ? അമ്മയായിട്ട് ഡിസ്കഷൻ ഒന്നും വേണ്ട. ഇതിക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയില്ല, അത്രേ ഉള്ളൂ. നമ്മൾ പഠിക്കാം കേട്ടോ. ചതുരായി. ചതുരായിയുടെ മലയാളം അർത്ഥം എന്താണെന്ന് ആദ്യം ആലോചിക്കുക. യെസ് മിസ് എഴുതി. മിസ് എഴുതി. ബാക്കി ആരും എഴുതുന്നേ ഉള്ളൂ. വെയിറ്റ് ചെയ്യൂ. എഴുതി. അദ്വൈതം എഴുതുന്നുണ്ടോ? അദ്വൈതം എഴുതിയോ? നോ എന്ന് പറഞ്ഞാ എഴുതി കഴിഞ്ഞോ? എഴുതിയോ? അറിയില്ല. എന്താണ്? അറിയില്ല മിസ്. അറിയില്ല. ബാക്കിയുള്ളവരോ? എഴുതി. പിതാമറിയ ആലോചന കഴിഞ്ഞിട്ടില്ല. കിട്ടുന്നില്ല. ഓക്കെ, കൃഷ്ണദേവ ആൻസർ പറയൂ. ഹോഷിയാരി. ശരിയാണോ ഞാൻ നോക്കട്ടെ. ദേവദർശൻ, നിവേദ്യ. നിവേദ്യ. ഹോഷിയാർ. ഓക്കെ, ഹോഷിയാരി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി എഴുതിയ ശരിയാണോ എന്ന് നോക്കണ്ടേ. സാമർഥ്യം. സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ. ഹോഷിയാരി. ഹോഷിയാരി. ദേവദർശന് തെറ്റിയ മട്ടുണ്ടല്ലോ. തെറ്റിപ്പോയോ? കറക്റ്റ് ആണ്. ഓക്കെ, ഫൈൻ. ചെക്ക് ചെയ്തോ എല്ലാരും? യെസ്. ദേവദർശന ഇന്നലെ EVS നമ്മൾ എഴുതിയപ്പോ വെബ്ഡ് ഫീറ്റ് ഉള്ള ബേർഡിന്റെ പേര് പറഞ്ഞില്ലേ? ഗീസ് എന്നാണോ പറഞ്ഞേ? എനിക്കത് ക്ലിയർ ആയില്ല. ഞാൻ വേറെ എന്തോ ആണ് കേട്ടത്. അപ്പൊ മിസ് റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടപ്പോഴാണ് ഗീസ് എന്നാണെന്ന് എനിക്ക് ക്ലിയർ ആയത്. ഗൂസിന്റെ പ്ലൂറൽ വേർഡ് അല്ലേ? ഗീസ് അല്ലേ? അല്ലേ? അതാണ് എഴുതിയത്. ഓക്കെ, ഫൈൻ. മിസ് വേറെ എന്തോ കേട്ടിട്ടാണ് പറഞ്ഞത്. എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഫൈൻ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ബാദ്ഷാ. ഈസി വൺ ആണ്. ബാദ്ഷാ. അർത്ഥം. ബാദ്ഷാ. പിതാമറി ഇത് എഴുതിയില്ല, ഞാൻ 5 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിപ്പിക്കും കേട്ടോ. എഴുതിയോ? ഓക്കെ, എത്ര സമയം മതി? ധാരാളം. മൃത പറഞ്ഞ ആൻസർ പറഞ്ഞു. റിത. രാജ. കറക്റ്റ്. രാജ. എഴുതാ അറിയാലോ എല്ലാവർക്കും? കാണിക്കണം. രാജ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഘോഷണ. ഘോഷണ. ഘോഷണ.
ഘോഷണ. ക്ലിയർ ആയോ? ഏത് ചാപ്റ്റർ? 11ാമത്തെ ചാപ്റ്റർ. ഘോഷണ അർത്ഥം എഴുതാനാണ് കേട്ടോ. ഘോഷണ. ഘോഷണ അർത്ഥം കൃഷ്ണദേവ് കേട്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. കേട്ടിട്ടില്ലേ? മറന്നുപോയി. മറന്നുപോയി. അതിനോട് സിമിലർ ആയിട്ടുള്ള മലയാളം വേർഡും അങ്ങനെ തന്നെയാണ്. ഘോഷണ, ഘോഷയാത്ര, ഘോഷിക്കുക. അല്ല, നോ, അത് വേറെ അർത്ഥം വരും. ഘോഷണ കിട്ടിയില്ല. അദ്വൈതിന് കിട്ടിയോ? നോ. ഹൃദയ്ക്ക് കിട്ടിയോ? യെസ്. നിവേദ്യ കഴിഞ്ഞു. ഓക്കെ, തേജസ്വരൂ പറഞ്ഞ ആൻസർ കേക്കട്ടെ. ഹൃദ ഒരാള് പറഞ്ഞായിട്ട് പറയരുത്. ഞാൻ ശരിയാന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഘോഷണ എന്ന വാക്കിന്റെ അർത്ഥം എന്താ എഴുതിയേ? എന്താണ് ബുക്കിൽ എഴുതി? എന്താണ്? മൈക്ക് ഓൺ ചെയ്തേ. മൈക്ക് ഓൺ ചെയ്യൂ. ഐലാബ് അങ്ങനെയാണോ? ദേവദർശൻ എന്താണ്? ഏലാൻ. നിവേദ്യ എന്താണ് ഘോഷണ എന്ന വാക്കിന്റെ അർത്ഥം? മലയാള അർത്ഥം എന്താണ്? ആർക്കറിയാന്നേ? അനൗൺസ്മെന്റ്. അനൗൺസ് ചെയ്യുക, വിളംബരം ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഏലാൻ. ഏലാൻ കേട്ടോ റിത? എങ്ങനെയാണ് എഴുതുന്നത്? ഏലാൻ. കൃഷ്ണദേവന് കിട്ടിയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അർത്ഥം എഴുതുക തന്നെയാണ് കേട്ടോ. നാരാസ്. 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 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നാരാസ്. നാരാസ് ഹോന. ഓക്കെ. നാരാസ് ഹോന. നാരാസ് എന്ന വാക്കിന്റെ അർത്ഥം പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും. ക്ലാസ് 3 ആയില്ലേ, ഇതുപോലത്തെ വാക്കുകളൊക്കെ പഠിക്കണം. മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ. നാരാസ് ഹോന. ഓക്കെ, ആൻസർ നോക്കാം. ഹൃദയ്ക്കും അദ്വൈതിനൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ദേവദർശൻ പറയൂ ആൻസർ. ഗുസ്സ, ദേഷ്യപ്പെടുക. ഓക്കെ, എങ്ങനെയാണ് ഗുസ്സ എന്ന് എഴുതുന്നത്? സായുടെ പകുതി ഒരു സായും കൂടെ. ഗുസ്സ. ഓക്കെ, ദേഷ്യപ്പെടുക. അടുത്തത് ദണ്ട്. നോക്കിക്കോണം കേട്ടോ, എഴുതുന്നത് ശരിയാണോ? ദണ്ട്. അർത്ഥം ദണ്ട്. ദണ്ട് ദേന. ദണ്ട്. ദണ്ട് ദേന. മലയാളത്തിലും
ദണ്ഡിക്കുക എന്നൊക്കെ പറയുമല്ലോ നമ്മള്. ദണ്ട്. തേജസ് ഒരു ഭയങ്കര ആവേശത്തിലാണല്ലോ. നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചോ? റീതയുടെ ആലോചന കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കിട്ടിയോ? കിട്ടി. ഓക്കെ. കൃഷ്ണദേവ് എന്താണ് അവസ്ഥ? മറന്നുപോയി. ദേവദർശൻ ആലോചനയിലാണോ? ദണ്ഡുദേന, ദണ്ഡിക്കുക. മലയാളത്തിലും അങ്ങനെ തന്നെ പറയുമല്ലോ. യെസ്. അദ്വൈതിന് കിട്ടിയോ? ആ, അത് തന്നെ. ശിക്ഷ, ദണ്ഡിക്കുക, ശിക്ഷിക്കുക. അപ്പോ അതിനകത്ത് ഹിന്ദി അപ്പൊ എങ്ങനെയാ വരിക? ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. വേദ്യ കിട്ടിയില്ല. ആലോചനയിലാണോ? കിട്ടിയോ? കേക്കട്ടെ ആൻസർ. സെസ്സോ? അവിടെ നമ്മ പറഞ്ഞു തരുന്നുണ്ടോ? റിത ആൻസർ കേക്കട്ടെ. ആ, അമ്മ പറഞ്ഞു തന്ന ചിലപ്പോ തെറ്റൊക്കെ ആയിരിക്കും കേട്ടോ. മിസ് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ആ, കേക്കട്ടെ റിത. എന്താണ്? സജ. എങ്ങനെ എഴുതിയേ? എഴുതിയോ? എന്താണ് ദേവദർശൻ? കിട്ടിയോ ശിക്ഷയുടെ വാക്ക്? ദേവദർശൻ പോയോ? അവിടെ. ആ, കിട്ടിയോ? എന്താണ് പറയൂ. കിട്ടിയില്ല. തേജസ് ഒരു സസ. എന്താണ് വാക്കിന്റെ അർത്ഥം? ദണ്ഡെന്ന് പറഞ്ഞ എന്താ? ശിക്ഷ, പണിഷ്മെന്റ്, ശിക്ഷ. ഓക്കെ. സസ, സജ. സജ എന്നല്ല, സജ. സജ എന്ന് പറയുമ്പോ വേറെ അലങ്കരിക്കുക എന്നുള്ള അർത്ഥം മാറിപ്പോവും. നമ്മൾ എങ്ങനെയാണ് സജ, എങ്ങനെയാണ് ജ എഴുതിയിട്ട് അടിയിലൊരു ചന്ദ്രബിന്ദു. ഓക്കെ. സജ. കേട്ടോ റിത? സജ എന്ന് വേണം പറയാൻ. സജ. ഓക്കെ. ഒരെണ്ണം കൂടെ എഴുതാം നമുക്ക്. ഖരീദാരി. അർത്ഥം എഴുതുക. ഖരീദാരി. ഖരീദന, ഖരീദാരി. എന്താണ് ഖരീദന എന്ന വാക്കിന്റെ അർത്ഥം? ഖരീദാരി. അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിക്കേ. ഖരീദാരി എന്നുള്ളത് ഒരു നാമമാണ്, നൗൺ വേർഡ് ആണ്. അപ്പൊ അതിന്റെ എന്താണ് അതിൽ ചെയ്യുന്നത്? ഖരീദാരി. മലയാളത്തിലുള്ള അർത്ഥം എങ്ങനെയാ വരിക? ഖരീദാരി. വാങ്ങൽ, വാങ്ങൽ, കൊടുക്കൽ, വാങ്ങൽ, ബൈയിങ്. ആ, ഇനി എന്തിപ്പോ ഹിന്ദിയിലൊന്ന് എഴുതി നോക്കിക്കേ. സാധനങ്ങൾ വാങ്ങിക്കുക. കൃഷ്ണദേവന് കിട്ടുന്നില്ല. കിട്ടിയോ? കിട്ടുന്നില്ല. എന്താണ് വാങ്ങിക്കുന്നത്? ഒരാൾ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ. തേജസ്വരൂപ ആലോചനയിലാണ്. റിത ആലോചന എഴുതിയിട്ടില്ല. നിവേദ്യയുടെ അവസ്ഥ എന്താ? കിട്ടിയോ? യെസ്. തേജസ്വരൂപിന് കിട്ടിയില്ലേ മോനെ? തേജസ്വരൂപ് കിട്ടിയില്ല. കിട്ടിയില്ല. കൃഷ്ണദേവനും കിട്ടിയില്ല. റിത എഴുതി തീർന്നിട്ടില്ല ഇതുവരെ.
ഓക്കെ, രണ്ടുപേരുടെ ആൻസർ ഒന്ന് ഞാൻ കേൾക്കട്ടെ. ദേവദർശൻ പറയൂ, എന്താണ് എഴുതിയത്? चीजों बाजार से खरीदना. चीजें बाजार से खरीदना. ഇതാ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നേ? എഴുതിയതൊന്ന് വായിച്ചേ. എഴുതി എത്രയെന്ന് വായിച്ചേ? चीजों बाजार से खरीदना. खरीदना. चीजें, चीजों अല്ല, चीजे बाजार से खरीदना. ഖരീദന എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുക. ഖരീദന, ബൈയിങ്. കേട്ടോ? കൃഷ്ണദേവ തേജസ്വരൂപൊക്കെ കേട്ടോ? ചീസേ എങ്ങനെയാണ് എഴുതുന്നത്? ചീസേ. അഗൈൻ ജായുടെ അടിയില് കുത്തിടണം. ചീസേ, ചീസേ, ചീസേ. ബാസാർ, ബാസാർ മീൻസ് കട. ബാസാർ. ചീസേ ബാസാർ സേ ഖരീദന, വാങ്ങിക്കുക. സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെയാണ് ഖരീദാരി എന്ന് പറയുന്നത്. ഓക്കെ, ചീസേ ബാസാർ സേ ഖരീദന. ഓക്കെ, നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. എഴുതിയവര് ശരിയാണോ നോക്കുക. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. എല്ലാരും ബുക്കൊക്കെ അടച്ചു വെച്ചോ. ഓക്കെ, വേണ്ട വേണ്ട, ഞാൻ ചോദിക്കാൻ പോവാണ്. ബുക്ക് അടച്ചു വെച്ചോളൂ എല്ലാരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഋതയ്ക്കാണ് കേട്ടോ. മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. विजयनगर के राजा का नाम क्या था? बताते थे എല്ലാരും. विजयनगर के राजा का नाम क्या था? കിട്ടുന്നില്ല. പകുതി ആൻസർ ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. എന്താണ്? വിജയനഗർ കെ രാജാ കാ നാം ക്യാ था? विजयनगर राजा थे. विजयनगर का विजयनगर का राजा थे. राजा का नाम क्या था? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് അർത്ഥം? മനസ്സിലായോ? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേ? എന്താണ് അർത്ഥം? ഋത, നാം എന്ന് പറഞ്ഞ എന്താ? തുമാരാ നാം ക്യാ ഹേ എന്ന് പറഞ്ഞ എന്താ? അപ്പൊ അതുപോലെ വിജയനഗർ കെ രാജാ കാ നാം ക്യാ ഥാ എന്ന് പറഞ്ഞ എന്താ? കേക്കട്ടെ, പറഞ്ഞോ. കൃഷ്ണദേവ് ദേവ് ഒരു പേരും കൂടെ ബാക്കിയുണ്ടല്ലോ, കുറച്ചും കൂടെ ബാക്കിയുണ്ടല്ലോ. എന്താണ് പേര്? കൃഷ്ണദേവ്. കൃഷ്ണദേവ്
കൃഷ്ണദേവ് റായ്. കേട്ടോ? അപ്പൊ പകുതി നിങ്ങളുടെ ആൻസർ അതിൽ തന്നെ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വിജയനഗർ കെ രാജാ കാ നാം ക്യാ ഥാ? വിജയനഗർ കെ രാജാ കാ നാം, അത്രയും നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. എന്നിട്ട് അതും കൂടെ ഒക്കെ ചേർത്താ പോരെ? വിജയനഗർ കെ രാജാ കാ നാം കൃഷ്ണദേവ് റായ് ഥാ. ഇത്രയും ഉള്ളൂ നിങ്ങൾക്ക് ആൻസർ. ബാക്കി പകുതി നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. കേട്ടോ റിത? ആ, കൃഷ്ണദേവ്, ആ കൃഷ്ണദേവ് റായ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, കണ്ടില്ലേ? അതിപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ആ പേര് ഓർക്കാൻ പറ്റുന്നില്ലേ റിത? ഓക്കെ, കൃഷ്ണദേവ്. അടുത്ത ക്വസ്റ്റ്യൻ. तेनाली रामन कौन था? तेनाली रामन कौन था? क्या काम करते थे तेनाली रामन? ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്, ആരാണ് തെനാലി രാമൻ? അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പഠിച്ചു. ആദ്യത്തെ തുടങ്ങുന്ന ആ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പണി? എന്താണ്? കവി. ഉറക്കെ പറഞ്ഞേ. കവി. കവി. എവിടുത്തെ കവിയായിരുന്നു? ഏത് സ്ഥലത്തായിരുന്നു? വിജയനഗർ. ആ, വിജയനഗർ के വിജയനഗർ राज्य का ദർബാരി കവി था. ആണോ? ദർബാരി രാജകൊട്ടാരത്തിലെ ആസ്ഥാന കവി, ദർബാരി കവി, ആസ്ഥാന കവി ആയിരുന്നു. ഓക്കെ, യെസ്. Then निवेद्या, तेनाली रामन किसके लिए प्रसिद्ध था? सूझबूझ। तेनाली रामन अपने सूझबूझ के लिए प्रसिद्ध था. सेंटेंस से പറയണം. ആ കേട്ടോ? तेनाली रामन के लिए सूझबूझ के लिए प्रसिद्ध था. ആ, ഓക്കെ. അടുത്തത് തേജസ്വരൂപ്. राजा कृष्णदेव अपने दरबारियों में क्या बांटा? തേജസ്വരൂപ് പോയോ? ഉണ്ടോ അവിടെ? ഇല്ല, കട്ടായി. ദേവദർശൻ, ക്യാ ബാട്ട? എന്താണ് ക്വസ്റ്റ്യൻ? മനസ്സിലായോ? ബാട്ടന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടെക്സ്റ്റിൽ ചെയ്ത എക്സസൈസ് ആണത്. ഞാൻ പുതിയതൊന്നും ചോദിച്ചില്ല. ബാട്ടന എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കുവെക്കുക അല്ലെങ്കിൽ കൊടുക്കുക, സർക്കുലേറ്റ് ചെയ്യുക. ക്യാ ബാട്ട എന്ന് പറഞ്ഞാൽ എന്താ? രാജാ കൃഷ്ണദേവ് എന്താണ് ദർബാറിയിൽ കൊടുത്തത്? എന്താണ് സർക്കുലേറ്റ് ചെയ്തത്? എന്താണ് ഈ കഥയില് രാജാ കൃഷ്ണദേവ് എല്ലാരെയും വിളിച്ചിട്ട് എന്തോ കൊടുത്തല്ലോ അവർക്ക്? എന്താണ് കൊടുത്തത്? സ്റ്റോറി തന്നെ മറന്നുപോയി. എന്താണ് കൊടുത്തത്? ആ, അതിന്റെ ഹിന്ദി എന്താ? സിക്കോ കി थैली, സിക്കോ കി थैलियां, പണക്കിഴികൾ. കേട്ടോ? ആ, ഇതൊക്കെ ടെക്സ്റ്റിൽ നമ്മൾ ചെയ്ത എക്സസൈസിന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്, പഠിക്കാനിട്ടാണ്. ഓക്കെ, സോ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ.